നക്ഷത്രമണ്ഡലത്തിലെ 19ാമത്തെ നക്ഷത്രമായ മൂലം അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രപഞ്ചത്തിന്റെ വേരല്ലെങ്കിൽ അടിസ്ഥാനമെന്നാണ് അർത്ഥമാക്കുന്നത്. കേതു ഭഗവാന്റെ ആതിഥ്യമുള്ള ധനുരാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രം പരിവർത്തനത്തിന്റെ പ്രതീകമാണ്. 2026 മെയ് മാസത്തിലേക്ക് കടക്കുമ്പോൾ മൂലം നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാന സന്ധിക്കാലത്താണ് നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസികവും ഭൗതികവുമായ പോരാട്ടങ്ങളുടെ ഒരു പരിസമാപ്തിയിലേക്കും പുതിയൊരു ജീവിത വീക്ഷണം രൂപപ്പെടുന്നതിലേക്കും ഈ മാസം വിരൽ ചൂണ്ടുന്നു. ജ്യോതിഷപരമായ കാലഗണന അനുസരിച്ച് 2026 എന്ന വർഷം മൂലം നക്ഷത്രക്കാർക്ക് കർമ്മശുദ്ധീകരണത്തിന്റെ കാലമാണ്. ഇതിൽ മെയ് മാസം അതീവ പ്രാധാന്യമർഹിക്കുന്നു. വേനലിന്റെ തീഷ്ണതയിൽ നിന്ന് മഴയുടെ കുളിർമയിലേക്ക് പ്രകൃതി മാറാനൊരുങ്ങുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു വലിയ മാറ്റത്തിന്റെ കാറ്റ് ഈ മാസം വീശിയടിക്കും. മൂലം നക്ഷത്രക്കാർ പൊതുവെ നിർഭയരും സത്യസന്ധരും കഠിനാധ്വാനികളുമാണ്. എന്നാൽ തങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ചിലപ്പോൾ അവർ അമിത വേഗത കാണിക്കാറുണ്ട്. 2026 മെയ് മാസം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ വേഗത കുറയ്ക്കാനാണ്. അർദ്ധാഷ്ടമ ദോഷത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കാലഘട്ടമായതിനാൽ മുൻകോപവും എടുത്തുചാട്ടവും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറിയേക്കാം. ഈ മാസത്തിന്റെ ഊർജം പരിശോധിച്ചാൽ അത് നിങ്ങളെ ഒരേ സമയം പിന്നോട്ടും മുന്നോട്ടും ചിന്തിപ്പിക്കും. കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളെ അലോസരപ്പെടുത്തിയേക്കാം. എന്നാൽ മൂലം നക്ഷത്രത്തിന്റെ അധിപനായ നിര്യതി നിങ്ങളെ പഠിപ്പിക്കുന്നത് പഴയതിനെ നശിപ്പിച്ചാലേ പുതിയത് കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മെയ് മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില വ്യക്തികളോ സാഹചര്യങ്ങളോ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്കാണെന്ന് തിരിച്ചറിയുക. കരിയറിലായാലും കുടുംബത്തിലായാലും അനാവശ്യമായ ഭാരങ്ങൾ ഇറക്കി വെച്ച് ലളിതമായ ജീവിതശൈലി സ്വീകരിക്കാൻ പ്രപഞ്ചം നിങ്ങളെ നിർബന്ധിക്കുന്ന മാസമാണിത്. സാമ്പത്തികമായി ഒരുതരം സ്തംഭനാവസ്ഥ അനുഭവപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നാം. പണം വരുന്നുണ്ടെങ്കിലും അത് കയ്യിൽ നിൽക്കാത്ത അവസ്ഥയോ പ്രതീക്ഷിച്ച ലാഭം വൈകുന്നതോ നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം. പക്ഷേ ഇത് നിങ്ങളുടെ കഴിവുകേടല്ല, മറിച്ച് സാമ്പത്തിക അച്ചടക്കം പഠിക്കാനുള്ള ഒരു കാലഘട്ടമായി ഇതിനെ കാണാം. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാതെ സൂക്ഷിക്കേണ്ടത് ഈ മാസത്തെ പ്രധാന ദൗത്യമാണ്. അമിതമായ ആത്മവിശ്വാസം പലപ്പോഴും അഹങ്കാരമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ വിനയം കലർത്തേണ്ടത് അത്യാവശ്യമാണ്. മാനസികമായി നിങ്ങൾ ഒരു ഏകാന്തത അനുഭവിച്ചേക്കാം. ജനക്കൂട്ടത്തിന് നടുവിലാണെങ്കിലും ആരും തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ മൂലം നക്ഷത്രക്കാർക്ക് ഈ മാസം ഉണ്ടായേക്കാം. ഇത് യഥാർത്ഥത്തിൽ ആത്മീയമായ വളർച്ചയുടെ സൂചനയാണ്. ബാഹ്യലോകത്തെ ബഹളങ്ങളിൽ നിന്ന് മാറി സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ ഈ മാസം നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണെന്നും തിരിച്ചറിയാനുള്ള മനോഹരമായ ഒരു അന്തരീക്ഷം ഈ മെയ് മാസം ഒരുക്കി തരുന്നു. ചുരുക്കത്തിൽ 2026 മെയ് മാസം മൂലം നക്ഷത്രക്കാർക്ക് ഒരു പരീക്ഷണ ഘട്ടമാണ്. പക്ഷെ ഈ പരീക്ഷണം നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് കൂടുതൽ കരുത്തരാക്കി മാറ്റാനാണ്. സ്വർണം തീയിൽ വെന്തുരുകി മാറ്റു കൂടുന്നത് പോലെ ഈ മാസത്തെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിലൂടെ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു പുതിയ തിളക്കം ലഭിക്കും. ക്ഷമ, ദൈവവിശ്വാസം, വിവേകം എന്നിവയാണ് ഈ മാസം നിങ്ങൾ കൂടെ കരുതേണ്ട ആയുധങ്ങൾ. വരാനിരിക്കുന്ന വലിയ ഭാഗ്യങ്ങൾക്കായി നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തുന്ന ഒരു പരിശീലന കളരിയായി ഈ മാസത്തെ കാണുക. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം തൊഴിൽ രംഗത്ത് സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അർദ്ധാഷ്ടമ ശനിയുടെ സ്വാധീനമുള്ളതിനാൽ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ദോഷം ചെയ്യും. മേലുദ്യോഗസ്ഥരുമായുള്ള ആശയവിനിമയത്തിൽ അതീവ ജാഗ്രത പാലിക്കണം. നിങ്ങളുടെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക. ദീർഘകാലമായി കാത്തിരുന്ന പ്രൊമോഷൻ ലഭിക്കാൻ അല്പം കൂടി താമസം നേരിട്ടേക്കാം. എന്നാൽ നിലവിലുള്ള സ്ഥാനം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ ഈ മാസം അനുകൂലമായ ചില സൂചനകൾ ലഭിക്കും. മെയ് 2ാം പകുതിയോടെ വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. ബിസിനസ് നടത്തുന്ന മൂലം നക്ഷത്രക്കാർക്ക് ഈ മാസം പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂലമായ സമയമല്ല. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം. ചെറിയ ലാഭവിഹിതം പ്രതീക്ഷിക്കാം, എന്നാൽ വലിയ റിസ്കുകൾ എടുക്കാതിരിക്കുക. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കുമെങ്കിലും ചേരുന്നതിന് മുൻപ് സ്ഥാപനത്തെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തുന്നത് ഉചിതമായിരിക്കും. വരുമാനത്തിന് കുറവുണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായ ചെലവുകൾ വന്നു ചേരാം. വീട് പണി, വാഹന അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ എന്നിവ നിങ്ങളുടെ ബഡ്ജറ്റിനെ ബാധിച്ചേക്കാം. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്താൻ ഈ മാസം ഒട്ടും അനുയോജ്യമല്ല. പണം കടം കൊടുക്കുന്നതും ഈ മാസത്തേക്ക് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. തിരികെ ലഭിക്കാൻ പ്രയാസമായിരിക്കും. പഴയ കടങ്ങൾ വീട്ടി തീർക്കാൻ ചില വഴികൾ തെളിയും. എന്നാൽ പുതിയ ലോണുകൾ എടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക. വസ്തുവോ ഭൂമിയോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ മാസത്തെ രേഖകൾ കൃത്യമായി പരിശോധിക്കണം. ചെറിയ തടസ്സങ്ങൾ നേരിട്ടേക്കാം. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. പങ്കാളിയുമായി ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൂലം നക്ഷത്രക്കാരുടെ പെട്ടെന്നുള്ള ദേഷ്യം കുടുംബത്തിൽ അശാന്തിയുണ്ടാക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. പരസ്പര വിശ്വാസം വളർത്തുന്നതിലൂടെ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം.
പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മെയ് മാസത്തിന്റെ അവസാന വാരങ്ങൾ ശുഭകരമായിരിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ കാണിക്കരുത്. കുടുംബത്തിലെ മുതിർന്നവരുമായി സംസാരിക്കുമ്പോൾ വിനയം പാലിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും. മക്കളുടെ പഠനകാര്യത്തിലോ തൊഴിൽ കാര്യത്തിലോ നല്ല വാർത്തകൾ കേൾക്കാൻ ഇടയാകും. ഇത് കുടുംബത്തിൽ ആശ്വാസം പകരും. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, നടുവേദന അല്ലെങ്കിൽ കാലുകൾക്ക് വേദന എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ കൃത്യത പാലിക്കുക. അമിതമായ യാത്രകൾ ക്ഷീണമുണ്ടാക്കും. അർദ്ധാഷ്ടമ ശനിയുടെ സ്വാധീനമുള്ളതിനാൽ അനാവശ്യ ഭയവും ആകുലതകളും ഉണ്ടായേക്കാം. എല്ലാ കാര്യങ്ങളിലും ഒരുതരം മടുപ്പ് അനുഭവപ്പെടാം. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ഡ്രൈവിംഗിൽ ശ്രദ്ധ വേണം. മെയ് മാസത്തിൽ മൂലം നക്ഷത്രക്കാർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മേഖലകൾ നോക്കുമ്പോൾ മൂലം നക്ഷത്രക്കാർ പൊതുവെ തുറന്നു സംസാരിക്കുന്നവരാണ്. എന്നാൽ ഈ മാസം നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്താൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ജോലിയിലോ കുടുംബത്തിലോ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം. അത്യാവശ്യമല്ലാത്ത ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക. ഒപ്പിടുന്നതിന് മുൻപ് എല്ലാ രേഖകളും 2 തവണ വായിച്ചു നോക്കുക. നിയമപരമായ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ പ്ലാനുകളോ ബിസിനസ് പ്ലാനുകളോ സുഹൃത്തുക്കളുമായി പോലും അമിതമായി പങ്കുവെക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് വിനയായി മാറിയേക്കാം. മൂലം നക്ഷത്രത്തിന്റെ അധിപനായ കേതു ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക. ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ക്ഷേത്ര ദർശനം നടത്തുക. ഗണപതി ഭജനം നടത്തുക. ഗണപതിക്ക് അപ്പവും മോദകവും വഴിപാടായി സമർപ്പിക്കുന്നത് നല്ലതാണ്. നാഗങ്ങളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. കേതു മന്ത്രങ്ങൾ ജപിക്കുക. കേതുവിന് ഇഷ്ടപ്പെട്ട നിറങ്ങളായ ചാരനിറം, തവിട്ട് നിറം എന്നിവ ധരിക്കുക. പശുക്കൾക്ക് ഭക്ഷണം നൽകുക. അവശർക്കും അശരണർക്കും സഹായം നൽകുക. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മനസ്സിന് സമാധാനവും സ്ഥിരതയും നൽകും. ധ്യാനം, യോഗ, പ്രാർത്ഥന എന്നിവ ശീലമാക്കുക. ക്ഷമയില്ലാത്ത സ്വഭാവം ഒഴിവാക്കാൻ ശ്രമിക്കുക. ദേഷ്യം വരുമ്പോൾ ശാന്തരാകാൻ ശ്രമിക്കുക. ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ സാമൂഹിക ഇടപെടലുകളിൽ സജീവമാവുക. സുഹൃത്തുക്കളോടും കുടുംബത്തോടും കൂടുതൽ സമയം ചെലവഴിക്കുക. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പിന്തുടരുക. കൃത്യമായി വ്യായാമം ചെയ്യുക. ആവശ്യത്തിന് ഉറങ്ങുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. കേതുവിന്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ വൈഡൂര്യം ധരിക്കുന്നത് നല്ലതാണെന്ന് ചില ജ്യോതിഷികൾ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ രത്നം ധരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങളുടെ ജാതകം പരിശോധിപ്പിച്ച് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. മൂലം നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾക്ക് ഗണ്ഡാന്ത ദോഷമുണ്ടെങ്കിൽ ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ശാന്തി ഹോമങ്ങളും മറ്റു പരിഹാര ക്രിയകളും നടത്തുക. ഇത് ദോഷങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് നേരിടും. എന്നാൽ കഠിനാധ്വാനം ചെയ്താൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനാവശ്യ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പ്രതികരിക്കുമ്പോൾ സംയമനം പാലിക്കുക. ഈ മാസം നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട്. 2026 മെയ് മാസം മൂലം നക്ഷത്രക്കാർക്ക് വലിയ വിജയങ്ങൾ നൽകുന്നതിനേക്കാൾ ഉപരിയായി ജീവിതത്തിലെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന മാസമായിരിക്കും. ക്ഷമയോടെയും ദൈവവിശ്വാസത്തോടെയും മുന്നോട്ടു പോയാൽ ഈ കാലഘട്ടത്തെ വിജയകരമായി തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെയോ പരിചയസമ്പന്നരുടെയോ ഉപദേശം തേടുക. ശ്രദ്ധിക്കുക, ഈ മാസഫലം പൊതുവായ ഗ്രഹസ്ഥിതികളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ഗ്രഹനിലയും ദശാപഹാരങ്ങളും അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം.